ഭക്തസഹസ്രങ്ങൾക്ക് ദർശന പുണ്യമായി കടയ്ക്കൽ തിരുവാതിര ഉത്സവം. നെടും കുതിരകളുടെ എഴുന്നള്ളത്തായിരുന്നു പ്രധാന ചടങ്ങ്. അമ്പരചുംബികളായ എടുപ്പുകുതിരകൾ, കെട്ടുകാഴ്ചകൾ, കതിരുകാളകൾ, കുത്തിയോട്ടങ്ങൾ എന്നിവ ഉത്സവത്തിന്റെ ആകർഷണമായി. അമ്പരചുംബികളായ എടുപ്പുകുതിരകൾ, 30-ൽ പരം കെട്ടുകാഴ്ചകൾ, കതിരുകാളകൾ, അനേകം കുത്തിയോട്ടങ്ങൾ, വാദ്യമേളങ്ങൾ, കാഴ്ചകളുടെ പൂരമൊരുക്കി കടയ്ക്കലമ്മയുടെ തിരുനാൾ തിരുവാതിര ഭക്തലക്ഷങ്ങൾ കണ്ടു തൊഴുതു. കിളിമരത്തുകാവ് ക്ഷേത്രത്തിൽ നിന്നും 4-ഉം ആൽത്തറമൂട്ടിൽ നിന്നും 2-ഉം കുതിരകളെ എഴുന്നള്ളിച്ചു. ശിവക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളത്ത് തളിയിൽ ക്ഷേത്രത്തിലും തുടർന്ന് കിളിമരത്തുകാവ് ക്ഷേത്രത്തിലും എത്തി നടത്തിയ ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷമാണ് കുതിരയെടുപ്പ് തുടങ്ങിയത്. കിളിമരത്ത് ക്ഷേത്രസന്നിധിയിൽ കെട്ടിയുയർത്തിയ തെക്കേക്കരക്കാരുടെ കുതിരയാണ് ആദ്യം ഉയർത്തിയത്. ഇത് ആൽത്തറമൂട്ടിൽ എത്തിയതോടെ വലിയ കുതിരകളെ ഭക്തർ തോളിലേറ്റി തളിയിൽ ക്ഷേത്രവും മഹാശിവക്ഷേത്രവും വലം വെച്ച് നിരനിരയായി നീങ്ങിയ 6 കുതിരകളെയും വഴിയരികിൽ കാത്തുനിന്ന ഭക്തജനങ്ങൾ കൂപ്പുകൈകളോടെയും ദേവീസ്തുതികളോടെയും വരവേറ്റു. ആൽത്തറ പിന്നിട്ട് ദേവീക്ഷേത്രത്തിലെത്തിയ കുതിരകളെ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് നിലത്തിറക്കി. പതിവ് പോലെ ഇത്തവണയും ജാതിമത വ്യത്യാസമില്ലാതെ അനേകം പേർ വ്രതാനുഷ്ഠാനത്തോടെ എത്തി കുതിരകളെ ചുമലിലേറ്റി. തിരുവാതിര ദിനം ദേവീപ്രീതിക്കായി ചെറുതും വലുതുമായ നിരവധി കുത്തിയോട്ടങ്ങളെത്തി ആചാരപരമായ ചടങ്ങുകൾ നടത്തി മടങ്ങി. വിവിധ കരക്കാർ മത്സരിച്ചണിയിച്ചൊരുക്കിയ കെട്ടുകാഴ്ചകളും മനം കവർന്നു. ദേവചൈതന്യം തുളുമ്പുന്ന 21 ഫ്ലോട്ടുകളാണ് വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ കെട്ടുകാഴ്ചകളായി ക്ഷേത്ര സന്നിധിയിലെത്തിയത്. വർണ്ണാഭമായ പരിപാടികൾക്കാണ് കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ക്ഷേത്രത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ, വളരെ മികവുറ്റ മെഗാഷോകളടക്കം ഇനി വരുന്ന 10 ദിവസവും പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി എഴുന്നള്ളത്തിറങ്ങി കുതിരയെടുപ്പ്, കടയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന ചടങ്ങായ കുതിരയെടുപ്പ് നടക്കും. 7 കുതിരകളാണ് ഈ വർഷം ആറാടിക്കുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൻ്റെ പ്രധാന ഉത്സവമായ കുതിരയെടുപ്പ് മഹോത്സവം ഇന്ന് നടക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.